ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ തൽക്കാലം പാർട്ടി നടപടിയില്ല. പത്മകുമാറിനെതിരായ തെളിവുകൾ പുറത്തുവന്നാൽ നടപടിയെടുക്കാമെന്നാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം. നേതൃത്വത്തിന്റെ തീരുമാനം എം വി ഗോവിന്ദൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അറിയിക്കും. റഹീസ് റഷീദും ഗോകുൽനാഥുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം റഹീസിലേക്ക്. റഹീസ് റഷീദ്, നടപടിയുണ്ടോ? അതാണ് അറിയേണ്ടത്. ഇന്നെന്തായാലും എ പത്മകുമാറിനെതിരെ നടപടി എടുക്കില്ല എന്നാണ് CPIM-ന്റെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. ഇന്നലെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഇന്ന് ജില്ലാ കമ്മിറ്റി ചേരുന്ന സാഹചര്യത്തിൽ ഈ വിഷയം സംസാരിച്ചിരുന്നു. അപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നതാണ്. അതായത് തൽക്കാലം എ പത്മകുമാറിനെ തള്ളാനോ കൊള്ളാനോ പാർട്ടി ഈ ഘട്ടത്തിൽ പോകേണ്ടതില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ പത്മകുമാറിനെതിരായ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തെളിവുകളും മറ്റും പുറത്തു വരികയാണെങ്കിൽ പെട്ടെന്നൊരു നടപടി, അല്ലെങ്കിൽ പത്മകുമാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ വലിയ തോതിലുള്ള നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്നതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. അത് ഇന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കുകയും ചെയ്യും. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനത്തിനെതിരെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും രംഗത്ത് വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് നടപടിക്ക് എന്തെങ്കിലും ഒരു സാധ്യത. പക്ഷേ അങ്ങനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനത്തിനെതിരെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ രംഗത്ത് വരാനുള്ള സാധ്യത തീരെ വിരളമാണ്. സുജ. ഓക്കെ റഹീസ്, ഗോകുൽനാഥിലേക്ക് വന്നാൽ, ഗോകുൽനാഥ്, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഒരു ധാരണ എന്താണ്? ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം എം വി ഗോവിന്ദൻ ജില്ലാ കമ്മിറ്റി അറിയിക്കാൻ പോവുകയാണ്. പാർട്ടിയുടെ ജില്ലാ ഘടകത്തിൽ പത്മകുമാറിന്റെ പ്രവൃത്തിയോട് വിയോജിപ്പുള്ളവരും ഉണ്ടായിരിക്കുമല്ലോ. സുജയ, തീർച്ചയായും പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി പത്തനംതിട്ട ജില്ലയിൽ CPM വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അടക്കമുള്ളവർ രണ്ടുപേർ അറസ്റ്റിലായെങ്കിലും പക്ഷേ പത്മകുമാറിന്റെ അറസ്റ്റ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഭീകരമാണ്. CPM-ന് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ യോഗത്തിൽ നിലവിൽ പത്മകുമാറിനെ സംബന്ധിച്ച അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാന വിഷയമായി എത്തുകയും ചെയ്യും. തിരഞ്ഞെടുപ്പാണ് മുഖ്യ അജണ്ടയെങ്കിലും ഈ പത്മകുമാറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയും ഏറ്റവും വലിയൊരു വിഷയമായി മാറുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല. ജില്ലാ കമ്മിറ്റിക്കകത്ത് തന്നെ പത്മകുമാറിന് വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏരിയ സെക്രട്ടറിമാരുടെയും ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെയും യോഗമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വിലയിരുത്തുവാൻ വേണ്ടിയുള്ള യോഗമാണ്. ഈ യോഗത്തിൽ നിലവിൽ ഇപ്പോൾ പത്മകുമാറുമായും ശബരിമലയുമായും ബന്ധപ്പെട്ടതും SIT അന്വേഷണങ്ങളിൽ ചില കാര്യങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. അത് റിമാൻഡ് റിപ്പോർട്ടിലടക്കമുണ്ട്. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നുള്ളത് നമ്മൾ ചില ജില്ലാ കമ്മിറ്റി അംഗങ്ങളോട് ചോദിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും പത്മകുമാർ വിഷയം പത്തനംതിട്ടയിൽ സജീവ ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് CPM. പ്രത്യേകിച്ച് കോൺഗ്രസും BJP-യും ഈ വിഷയം രാഷ്ട്രീയ പ്രചരണ വിഷയമാക്കി ജില്ലയിൽ അവതരിപ്പിക്കുമ്പോൾ വിശ്വാസ കേന്ദ്രമായ പത്തനംതിട്ടയിൽ അത്രത്തോളം തന്നെ അടിയൊഴുക്ക് പാർട്ടിയിൽ നിന്ന് മാറും, അല്ലെങ്കിൽ BJP-യിലേക്കോ കോൺഗ്രസിലേക്കോ വോട്ടുകൾ നീങ്ങുമെന്നുള്ളൊരു സാഹചര്യം കൂടി ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം മാത്രമായിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുക. പക്ഷേ ഇന്ന് ചേരുന്ന ഈ യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറിക്ക് മുൻപാകെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഏരിയ സെക്രട്ടറിമാരും നിലവിൽ നിരവധി വിഷയങ്ങൾ അവതരിപ്പിക്കും. അതിൽ ഏറ്റവും പ്രധാന വിഷയം പത്മകുമാറും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമാണ്. അത് ജില്ലയിലെ അടിയൊഴുക്കിനെ ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഏറ്റവും അടിയന്തരമായി എടുക്കാൻ പറ്റുന്ന നിലപാടുകളിലേക്ക് തന്നെ പാർട്ടി പ്രതിരോധത്തിലേക്ക് പോകണ്ട, മറിച്ച് അതിനു മുൻപ് തന്നെ ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ സംസ്ഥാന സെക്രട്ടറിയോട് സംസാരിക്കുമെന്നാണ് ജില്ലാ കമ്മിറ്റി